ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഷ്ണവീസ് വ്ലോഗ്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു അങ്കമാലി സ്റ്റൈലിലുള്ള ഒരു മാങ്ങക്കറിയാണ്. അതിനായി ഒരു മാങ്ങ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സബോള ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. 4 പച്ചമുളക് നടുകെ കീറിയിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി നന്നാക്കിയതും വെളുത്തുള്ളി നന്നാക്കിയതും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന മാങ്ങ തൊലിയെല്ലാം കളഞ്ഞ് കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടികൾ എല്ലാ കഷ്ണങ്ങളിലേക്കും ആകത്തക്ക വിധത്തിൽ നല്ല രീതിയിൽ യോജിപ്പിച്ച് കൈകൊണ്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിന് നമുക്കൊരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് മുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ പിടിച്ച് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഞാൻ ഒരു അരമുറി തേങ്ങ ചെരുകി പിഴിഞ്ഞ് 1-ാം പാലും 2-ാം പാലും വേറെ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. 2 പാത്രങ്ങളിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇന്ന് മാങ്ങക്കറി ഉണ്ടാക്കുന്നത് ഒരു മൺചട്ടിയിലാണ്. അതിനായി ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ചൂടായി വന്നപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ നന്നാക്കി വെച്ചിട്ടുള്ള സബോള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. വല്ലാതെ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, ഒന്ന് വഴഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. ഇനി ഞാൻ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനു മുമ്പ് തീ ഞാൻ നല്ല രീതിയിൽ കുറച്ചിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പെട്ടെന്ന് ഇളക്കിയെടുക്കുകയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, കറി രുചിയില്ലാണ്ടായി പോകും. നമ്മൾ തീ എപ്പോഴും പൊടികളിടുമ്പോൾ കുറച്ചിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള 2-ാം പാല് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തീ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇപ്പം തിള വന്നപ്പോൾ ഞാൻ വീണ്ടും തീ കുറച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാറ്റി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് മാറ്റി വെച്ചിട്ടുള്ള മാങ്ങ കഷ്ണങ്ങളാക്കി നുറുക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തിളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു മൂടി കൊണ്ട് ഇതൊന്ന് അടച്ച് വെച്ച് ആ മാങ്ങയൊക്കെ ഒന്ന് വെവ്വണ വരെ ഒന്ന് കുക്കഡാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ മൂടി ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. മാങ്ങയൊക്കെ പകുതി കുക്കായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഒന്ന് വെന്ത് വരണം. അപ്പോൾ ഞാനൊന്ന് കരണ്ടി കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും മൂടി ഉപയോഗിച്ച് ഒന്ന് മൂടി. പിന്നെ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടെ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ കഷ്ണമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 1-ാം പാൽ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് താളിക്കൽ തുടങ്ങാം. അതിനായി ഞാനൊരു 4-5 ചെറിയുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നാക്കി വെച്ച ചെറുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ വഴറ്റി യോജിപ്പിക്കണം. ഇപ്പോൾ ഞാൻ 2 വറ്റൽമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് പെട്ടെന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇപ്പം ഞാൻ വെളിച്ചെണ്ണയോടുകൂടി കറിയിലേക്ക് താളിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. നല്ല അടിപൊളി മാങ്ങാക്കറിയാണ്. നിങ്ങൾ ഇങ്ങനെ ഒരു തവണ ഉണ്ടാക്കി നോക്കൂ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അത്രയും നല്ല അടിപൊളി കറിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ, ബൈ.